ഹായ്, SB അരുളലാണ്. കേരളത്തിലെ ടെക്കുകൾ, IT ജീവനക്കാർ എന്നീ വിഭാഗത്തിൽ ഓമന പേരിട്ട് വിളിക്കുന്ന ഈ നാട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ളവരോട് ചില കാര്യങ്ങൾ പറയാനാണ്. കാര്യം, നിങ്ങൾക്ക് പൊളിറ്റിക്സ്, സംഘടന, രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ കുറേയേറെ പേർക്ക് പരമപുച്ഛമാണല്ലോ. അങ്ങനെ ഉള്ളവരുടെ മുന്നിലേക്ക് ആദ്യം ഒരു വാർത്ത കാണിക്കാം. ഇന്നിപ്പോൾ കോഴിക്കോടും കൊച്ചിയിലുമായി സംഭവിച്ച നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട കുറേയേറെ മനുഷ്യരുടെ ജീവിതം ഇരുളടഞ്ഞൊരു സന്ദർഭത്തെക്കുറിച്ച് ഒന്ന് കേട്ടെ. രാവിലെ ഓഫീസിലേക്ക് വരുമ്പോഴത്തേക്കും ഇന്നലെ ഇത് ഒരു ഇൻഫർമേഷനും ഇല്ല. ഇന്ന് രാവിലെ വരുമ്പോഴത്തേക്കും നമ്മളെ ടെർമിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അവര് HR ആൾക്കാർ വന്ന് അവർ നമ്മൾ ടെർമിനേറ്റ് ചെയ്തു. നമ്മളെല്ലാവരെയും ഒരു പേപ്പർ വന്നിട്ട് പൊയ്ക്കോളാൻ, ഓഫീസിൽ നിന്ന് പൊയ്ക്കോളാനാണ് പറയുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലാഭമില്ല, കമ്പനി നടത്തിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല. പക്ഷേ 10,000 പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ കേരളത്തിൽ മാത്രം അവഗണിക്കുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടുന്ന് ഒരു ചൂഷണം നടക്കുന്നില്ല. കേരളത്തിൽ ഇവിടെ ഒരു 4 ലേബർ കേസ്, 5-6 ലേബർ കേസ് പോയിട്ടുണ്ട്. കൊച്ചിയിൽ മാത്രമല്ല കോഴിക്കോട് നിന്ന് ആൾക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. സോ ഇപ്പൊ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ UP-യിൽ ഇവര് ഓൾറെഡി ആൾക്കാരെ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് 5,000 പേരെ വീണ്ടും എടുക്കുന്നു, ഹൈദരാബാദ് എടുക്കുന്നു. എന്തുകൊണ്ട് കേരളത്തിനെ മാത്രം ഇവർ അവഗണിക്കുന്നു? എന്തെങ്കിലും മുൻകൂട്ടി ഒരു സൂചന വല്ലതും നിങ്ങൾക്ക് തന്നിരുന്നു? ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ ജസ്റ്റ് അവിടെ ഒരു ഫണ്ട് നടക്കുന്ന രീതിയിൽ സ്പീക്കറൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നു. അവര് മൈക്കിൽ കൂടെ ജസ്റ്റ് എല്ലാരെയും ഒന്ന് കൂട്ടി നിർത്തി സംസാരിക്കുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. പ്രൊജക്ടറിൽ എന്താ എന്നിട്ട് പറഞ്ഞത്? ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് ഡേ, ഇന്ന് എല്ലാവർക്കും റിലീവിംഗ് ആണ്, ഇങ്ങനെയാണോ ഒരു പോളിസി? അറ്റ്ലീസ്റ്റ് ഒരു മന്ത് ഞങ്ങളോട് വന്ന് അറിയിക്കേണ്ട ഒരു നോട്ടീസ് പീരീഡ്. എനിക്ക് ഇപ്പോഴും പഠിക്കുന്ന പ്രായം തന്നെ. അപ്പം വല്ലതും അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞല്ലോ. ഒരു കോളേജിലോ എന്തെങ്കിലും അപ്ലൈ ചെയ്യണം. അതുപോലെ ഏജ് ഓവർ ആയ ആൾക്കാരുണ്ട്, അവർക്ക് വേറൊരു ജോലി നോക്കണ്ടേ? ഇന്നും നിങ്ങൾ ജോലി ചെയ്യുമായിരുന്നു? ഞങ്ങൾ ജോലി ടാർഗറ്റ് കഴിക്കാനായിട്ട് നേരത്തെ വന്ന്, അതായത് ഇന്ന് വെള്ളിയാഴ്ചയാ, ഞങ്ങൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് സാറ്റർഡേയും സൺഡേയും എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് ഇല്ലാതിരിക്കാനായിട്ട് ഞങ്ങൾ രാവിലെ നേരത്തെ വരും. 7:45 ഓഫീസ് തുറക്കാം. 7:45 വന്ന് ലോഗിൻ ചെയ്ത് 8 മണി വരെ ഇവിടെ നടിക്കും. കാരണം ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഓഫ് ഡേയ്സിൽ ഞങ്ങൾക്ക് വന്ന് കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. അതില്ലാതിരിക്കാനായിട്ട് 7:45 വന്ന് ലോഗിൻ ചെയ്ത ആളാണ് ഞാൻ. ഇവര് നല്ലോണം പണിയെടുപ്പിക്കും. അത്യാവശ്യം പണിയെടുപ്പിച്ച് കോമ്പൻസേറ്റ് ചെയ്യാൻ പറയും. ഇപ്പം നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ ശനി ഞായറും ഒക്കെ ഇരുന്ന് നമ്മൾ ചെയ്യേണ്ടി വരും. നമ്മൾ നല്ലോണം എഫേർട്ട് എടുക്കുന്നുണ്ട്, അതിനനുസരിച്ചുള്ളത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല. കമ്പനിയുടെ സീലും ഒന്നും ഇല്ലാത്ത ഒരു പേപ്പറിലാണ് ഈ പിരിച്ചുവിടൽ ഉത്തരവ് നൽകിയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഇവർ കാണിക്കുന്നത്. നിങ്ങളുടെ ഒരു ഡിമാൻഡ് എന്താണ്? ഇവിടെ വരുന്ന സമയത്ത് ID കാർഡ് പോലും ഇല്ലാതെ കുറച്ച് ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു, ഗുണ്ടകളെ പോലെ. ചോദിച്ചാൽ പറഞ്ഞത് അവരെന്തിനാണ് വന്ന് നിൽക്കുന്നത്? ഞങ്ങൾ ഒന്നുമില്ല. ഞങ്ങൾ അതിനു മുമ്പ് ഇവിടെ സെക്യൂരിറ്റി, ഞങ്ങൾക്ക് അറിയാം ഞങ്ങളെ സെക്യൂരിറ്റി ആരൊക്കെയാണെന്ന്. ഒരു അറിവില്ലാത്ത കുറെ പേര് അത് ഗുണ്ടകളെ പോലെ വന്ന് നിന്നിരുന്നത് കേട്ടല്ലോ. കൊച്ചിയും കോഴിക്കോടും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു IT സ്ഥാപനത്തിലെ ജീവനക്കാരെ പിരിച്ചുവിട്ടു എന്നാണ് വാർത്ത. ഒരു മുന്നറിയിപ്പുമില്ല, ഒരു നോട്ടീസും കൊടുത്തിട്ടില്ല, ഒരു തൊഴിൽ നിയമങ്ങളും പാലിക്കാതെ ഇന്ന് രാവിലെ അവരെ ജോലിക്ക് വന്ന സന്ദർഭത്തിൽ ഇന്ന് നിങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്, ലേ ഓഫ് ആണ്, പെട്ടിയെടുത്ത് പൊയ്ക്കോളൂ എന്ന് കമ്പനി പറഞ്ഞതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഈ IT ജീവനക്കാർ ടെക്കികൾ എന്ന ഓമന പേരിലൊക്കെ നിങ്ങളെ വിളിക്കുമ്പോൾ ബേസിക്കലി നിങ്ങൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു തൊഴിലാളിയാണെന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഓമന പേരുകളിലൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങളെ വിളിക്കുന്നത്? കാര്യം, നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്തവരായിട്ട് അല്ലെങ്കിൽ സംഘടിച്ച് നിന്ന് മുതലാളിമാർ ചെയ്യുന്ന ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ പറ്റാതെ ഇത്തരം പറയാറില്ലേ, ഈ തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സംഘടനകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഗുണ്ടകളാണ്, അവരൊന്നും അല്ല, അവർ രാഷ്ട്രീയം നമുക്ക് IT സ്ഥാപനങ്ങൾക്കകത്ത് വേണ്ട എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതുപോലെ മനുഷ്യത്വ വിരുദ്ധമായിട്ട് ഒരു സുപ്രഭാതത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ജോലി ചെയ്തിരുന്ന മനുഷ്യരെ ഒരു അവകാശങ്ങളും നോക്കാതെ പിരിച്ചുവിടാനായിട്ട് അവർക്ക് സ്വാതന്ത്ര്യമുണ്ടാകണം. അതുകൊണ്ടാണ് ഈ നാട്ടിൽ തൊഴിലാളി സംഘടനകൾ പാടില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തൊഴിലാളികളെന്ന് പറയാൻ വളരെ അപമാനമാണല്ലോ. തൊഴിലാളികളല്ല, ഞങ്ങൾ ടെക്കികളാണ്, ജീവനക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് IT ജീവനക്കാരാണെന്നുള്ള പുതിയ കാലഘട്ടത്തിലെ ഓമന പേരുകളിൽ നിങ്ങളെ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ അവകാശമില്ലാത്ത മനുഷ്യരെ പോലെ, അടിമകളെ പോലെ പണിയെടുത്തിട്ട് ഒരു സുപ്രഭാതത്തിൽ മുതലാളിക്ക് തോന്നുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, കമ്പനി നടത്തുന്നത് ഒരു ഓണർ, നിങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഒരു എന്റർപ്രണർ എന്നുള്ള പേരിലൊക്കെ പറയും, പക്ഷേ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു മുതലാളിയാണ്. ആ മുതലാളി ഒരു സ്ഥാപനം നടത്തുന്നു, എനിക്ക് ഇവിടെ പ്രോഫിറ്റബിൾ അല്ല, അവന്മാരെയൊക്കെ എല്ലാം പറഞ്ഞു വിട്ടരെ. ഇത് നടത്താൻ പറ്റാതിരിക്കുന്നത് എങ്ങനെയായിരിക്കും? സംഘടിതമായി അവിടെ ഒരു പ്രതിഷേധമുണ്ടാകും. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അത് ഒരു വലിയ തോതിലുള്ള ഒരു രോഷം, ഈ യുവാക്കളുടെ രോഷം സംഘടിച്ച് നേരിടേണ്ടി വരുമെന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് നടപ്പാക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ അവിടെ അവർ പ്രതിഷേധിക്കുന്നുണ്ട്. അതായത് ഈ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറഞ്ഞ കണക്ക് ഇന്ന് നിങ്ങൾക്കത് ആവശ്യമായിട്ട് വന്നു. പക്ഷേ നിങ്ങളോടൊപ്പം സഹായിക്കാനായിട്ട് ഇപ്പോൾ മറ്റാരുമില്ല. കാര്യം നിങ്ങൾ അതിനകത്തുള്ളവർ മാത്രമേ ഉള്ളൂ.
പക്ഷേ ഇന്നലകളിൽ നിങ്ങൾ സംഘടിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് പരസ്പരമായിട്ട് നിങ്ങളുടെ അവകാശങ്ങൾ, നിങ്ങളുടെ തൊഴിൽ നിയമങ്ങൾ, നിങ്ങൾ തൊഴിലുമായി ബന്ധപ്പെട്ട സുരക്ഷിതത്വം ഇതിനൊക്കെ വേണ്ടി നിലകൊള്ളാൻ ഒരു സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളെ പിരിച്ചുവിടാൻ പറ്റുമായിരുന്നു. ജീവനക്കാർ IT അല്ലെങ്കിൽ ടെക്കികൾ എന്നൊക്കെ വിളിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ തൊഴിലാളികളാണ്. നിങ്ങൾ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ ആ വ്യക്തിയും സ്വാഭാവികമായിട്ട് ആരാണ്? ഒരു തൊഴിലാളിയാണ്. ആ തൊഴിലാളിയെ ജീവനക്കാരൻ, IT എംപ്ലോയി എന്നൊക്കെ വിളിച്ച് ഇംഗ്ലീഷ് പേരുകളിൽ വിളിക്കുമ്പോൾ തൊഴിൽ ചൂഷണത്തിന്, അതായത് ഇത്തരം സ്ഥാപനങ്ങളിലൊന്നും സംഘടന പാടില്ല എന്ന് ആദ്യമേ പറയുന്നത് അടിമകളെയാണ് വേണ്ടത്. അഭിപ്രായം പറയാൻ ശേഷിയില്ലാത്തവരെയാണ്, പ്രതികരണ ശേഷിയില്ലാത്തവരെയാണ് വേണ്ടത്. അത് കൃത്യമായും അവർ ഉപയോഗപ്പെടുത്തിയതിന് ശേഷം കറിവേപ്പില പോലെ വലിച്ചെറിയുമ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ തൊഴിലിനൊരു സുരക്ഷിതത്വം വേണമെങ്കിൽ, അല്ലെങ്കിൽ പിരിച്ചുവിടുന്നതിനൊരു മാന്യതയെങ്കിലും വേണ്ടേ? അത് കാണിക്കാനായിട്ട് ഇത്രയും ധൈര്യം അവർക്ക് വരുന്നത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കിടയിൽ എന്തില്ല? ഐക്യമില്ല. അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും അങ്ങനെ ഒറ്റ ഒരു നൂലായിട്ട് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു സംഘടന ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അതുകൊണ്ട് രാഷ്ട്രീയത്തെ തള്ളിപ്പറയുമ്പോൾ, രാഷ്ട്രീയം എന്തിനെന്ന് ചോദിക്കുമ്പോൾ, അത്തരം രാഷ്ട്രീയ സംഘടനകളുടെ സഹായം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു IT സംഘടന ഉണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥ നിങ്ങൾക്ക് വരുമായിരുന്നു. നിങ്ങൾക്ക് വേണ്ടതെല്ലാം തന്ന് നിങ്ങളെ ഒഴിവാക്കുന്നതിന് പകരം ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ഒരവകാശങ്ങളുമില്ലാതെ പോകേണ്ടി വരുന്ന ഒരു വ്യക്തിയുടെ ഗതികേടുകൾ മനസ്സിലാക്കിയിട്ടും ഇനി ഒരു ജോലി അന്വേഷിക്കാൻ പ്രായം കഴിഞ്ഞു പോയവർക്ക് പറ്റാത്തവർ, അല്ലെങ്കിൽ പൊടുന്നനെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളും കിട്ടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ജീവിതം ഒന്ന് ഇരുളടയുന്നില്ലേ? അവിടെ നിന്ന് ആലോചിക്കൂ. ഈ ഒരു അനുഭവം കൊണ്ട് മറ്റുള്ളവരും ചിന്തിക്കൂ. ഇതൊക്കെ നിങ്ങൾ ഒരു മുതലാളിയുടെ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ചെയ്യുന്നതും തൊഴിലാണ്. അവിടെ നിങ്ങൾ ഒരു തൊഴിലാളിയാണ്. ഈ നാട്ടിൽ ചുമട്ടെടുക്കുന്നത് അല്ലെങ്കിൽ ചുമട്ട് ജോലി ചെയ്യുന്നവൻ മാത്രമാണ് തൊഴിലാളി എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇതോടുകൂടിയെങ്കിലും മാറ്റിക്കോ. സിനിമകളിൽ ഇതിലൊക്കെ കാണിച്ച കണക്ക് ബീഡിയും വലിച്ചല്ലെങ്കിൽ വലിയ കക്കൂടിയെ കൊടുത്ത് നടക്കുന്ന അവർ ഈ പറഞ്ഞ പാർട്ടിക്കാരായിട്ടുള്ള ഗുണ്ടകൾ എന്ന് നിങ്ങളെ പഠിപ്പിച്ചെടുത്ത് അങ്ങനെയല്ല. തൊഴിലാളികൾ, തൊഴിലിടങ്ങൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ അവകാശങ്ങളുണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് സംസാരമാകല്ലേ, ശബ്ദമാകാൻ നിങ്ങൾക്കും വേണം സംഘടന എന്നുള്ള ഒരു തിരിച്ചറിവ് ഇനിയെങ്കിലും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.